വോട്ടും ഒപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന ഒരാളുടെ ഒപ്പമാണ് ഇപ്പോൾ വോട്ട് വണ്ടി ഉള്ളത്. മറ്റാരുമല്ല, ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരാണ്. അദ്ദേഹം ദർബാർ ഹാൾ ഗ്രൗണ്ടിലുള്ള നടപ്പിനിടയിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. എല്ലാ ദിവസവും നടക്കാൻ വരുമോ? എല്ലാ ദിവസവും വരും. ഈ സമയത്ത് എല്ലാ ദിവസവും വരും. ജനാധിപത്യത്തിന്റെ ഒരു പരീക്ഷ ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് ഈ രാജ്യത്തിൽ ജനാധിപത്യം ഒരു പ്രതിസന്ധിയിലാണ് ഉള്ളത്. വലിയ വലിയ പാർട്ടികൾ, BJP, കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടി, ഈ പാർട്ടികളെല്ലാം തമ്മിൽ വഴക്കാണ്. അതുകൊണ്ട് ഈ ദേശം ഭാരത് മഹാൻ എന്നുള്ളതായ ആ ആശയം വച്ചുകൊണ്ട് ഒരു യോജിച്ച പരിപാടി തയ്യാറാക്കാൻ കഴിയുന്നില്ല അവർക്ക്. എല്ലാത്തിനും ഈ ഭാഗത്ത് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഇത് എതിർക്കുക തന്നെ വേണം എന്ന് നിർബന്ധമായിരിക്കും. ഇലക്ഷനെ പറ്റിയിട്ടാണ് സംസാരിച്ചോണ്ടത്. അപ്പൊ ഞാനിപ്പോ ചോദിച്ചത്, ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണോ നമ്മുടെ ഇലക്ഷനിൽ ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ്. ഇപ്പോൾ സാഹി പറഞ്ഞ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇലക്ഷനെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, വികസനത്തിലുള്ള മാർഗങ്ങൾ, ഇന്ത്യയിൽ പാവങ്ങളെ ഉദ്ധരിക്കുന്നതിനുള്ള സമ്പ്രദായങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളാണ്, നിസ്സാരമായ ഉപരിപ്ലവമായ വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. തർക്കമൊന്നും ഞാൻ പറയില്ല. 5 കോടിയും 6 കോടിയും 8 കോടിയും 10 കോടിയും സ്ഥാനാർത്ഥികൾ തന്നെ ഞങ്ങളുടെ സ്വത്തുണ്ട് എന്ന് പറയാനില്ല. ദരിദ്രന്മാർക്ക് വേണ്ടി ചാരുഭാഷപ്പതുകളിൽ പറഞ്ഞ മാതിരി ഇന്ന് ദരിദ്രന്മാര് അവഗണിക്കപ്പെട്ടതായ വിഭാഗമായിരിക്കാണ്. ഞാനത് ഹാവ് നോട്ട് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല. നേരെ വെച്ചത് ക്രീമി ലെയർ, പണക്കാരുടെ മാഫിയ, അവരുടെ കയ്യിലാണ് നേരത്തെ ഭരണം. ഏറെ അനുഭവ സമ്പത്ത് രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെയുള്ള രണ്ടാളുകളുടെ വാക്കുകളാണ് നാം കേട്ടത്. എന്താണ് നമ്മുടെ ജനപ്രതിനിധികൾ ചെയ്യുന്നത്? എന്താണ് ശരിക്കും നമ്മുടെ മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ചേർന്നത്. ഞാൻ കഴിഞ്ഞ സമതകാലത്തുമായ ഒരു വ്യക്തിയാണ് നമ്മുടെ നിയമമന്ത്രി. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഒരു ലക്ഷ്യമുണ്ട്. ജനങ്ങളോടുണ്ടായ കടവാക്കി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിപ്പോർട്ടിൽ ചെയർമാനായി, കമ്മീഷൻ ചെയർമാനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിന്റെ അനുമതിയോടുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ അർപ്പിക്കുകയാണ്. ആ ഒരു മിനിറ്റ് വേദന നിർത്താം.
Hopefully I'm going to